ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന ഈ താരൻ വന്നിട്ട് കഷ്ടപ്പെടുന്നവർക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. താരൻ വന്ന് ഭയങ്കരമായിട്ട് എന്തൊക്കെ ചെയ്താലും താരൻ മാറാതെ തലയിലിങ്ങനെ താരൻ കണ്ടിന്യൂസ് വരുന്നതോടുകൂടി മുടി പൊഴിച്ചിട്ടുണ്ടാവും. അത് വീഴുന്നിടത്തെല്ലാം ഇപ്പം മോക്കുരു കൊച്ചു 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 മോക്കുരുമൊക്കെ വരുന്നത് എല്ലാം താരൻ്റെ പ്രശ്നമാണ്. അത് കഴിഞ്ഞ് ബാക്കിലെല്ലാം ഇങ്ങനെ വരും. സെബറിക് ഡെർമറ്റൈറ്റിസ് വരും. ഭയങ്കര ഇറിറ്റേഷനാണ്. സ്റ്റെറോയിഡ്സ് ഉപയോഗിക്കും, ആൾക്കാർ ഷാമ്പു ഉപയോഗിക്കും, സോപ്പ് ഉപയോഗിച്ച് നോക്കും. എന്തുപയോഗിച്ചാലും മാറാതെ നിൽക്കുന്ന താരനുണ്ട്. അപ്പോൾ ഈ താരന് ശരിക്കും പറഞ്ഞാൽ ഈ സോപ്പ്, ഷാമ്പു, എണ്ണകളൊന്നും താരന് തേക്കാൻ പാടില്ല. എന്നാൽ അത് പിന്നെയും കൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ കൊച്ചു 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 മോക്കുരു മുഖത്തുണ്ടാവും. അത് പൊഴിഞ്ഞിളകി വീഴുന്നതെല്ലാം പൊള്ളിയാണ് ഈ കുരുക്കളുണ്ടാകുന്നത്. ബാക്കിലെല്ലാം ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ റിയൽ ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത്, കാണിക്കുന്നത്. പലരും ചോദിക്കും ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്ടംപോലെ പേരുടെ നമ്പറുണ്ട്. അപ്പം നമുക്ക് എടുത്ത് അയക്കുന്ന അവർ പറയുന്നവരുടെ ഫോട്ടോസ് ഇപ്പം നന്നായിട്ട് മാറി ഡെർമറ്റൈറ്റിസ് കുറഞ്ഞ മുമ്പും അതിന് മരുന്ന് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ശേഷം ഉള്ളതിപ്പം ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കുമ്പോൾ അത് മനസ്സിലാവും എന്തുമാത്രം എഫക്റ്റീവാണിത്. മോക്കുരു കുറയ്ക്കാനും താരൻ്റെ കുറയ്ക്കാനും താരൻ നന്നായിട്ട് പോകും. താരൻ്റെ എഫക്റ്റ് നല്ലതും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പം ഇന്ന് ഈ ബാക്കിൽ വേസ്റ്റ് കേസാണ് ഈ ബാക്കിലെല്ലാം കുരുക്കൾ വന്നു വരുന്നത്. അപ്പോൾ ഈ തലയിലിടുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100% നാച്ചുറലായ ഈ ചെമ്പരത്തിയുടെ ഇല, ചീവയ്ക്കാപ്പൊടി, അങ്ങനത്തെ മിക്സറും പിന്നെ പ്രോട്ടീൻ പൊടിയാണ് ഈ അവക്കാഡോ, അതുപോലെ ഗോതമ്പിൻ്റെ സ്റ്റാക്ക്. ഞാനത് ഉണ്ടാക്കുന്നുണ്ട്. കെമിക്കൽസോ ആണോ ഒന്നും ചേർക്കാതെ വെറുതെ ജസ്റ്റ് സിമ്പിൾ തലയിൽ തേക്കുക. 20 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകിക്കളയുക. ഇതേ സാധനം തന്നെ മുഖത്തും ഇടുക, ബാക്കിലും എല്ലാം ഇടുക. നന്നായിട്ട് കുറയും. 3 മാസം എടുത്തില്ല കുറയാനായിട്ട്. ഇപ്പോൾ ഇത് ആദ്യത്തെ ഇപ്പോഴത്തെ പിക്ചർ ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ ആദ്യം ഇത് ഫസ്റ്റിലെ ഉള്ളതും പിന്നെ ആദ്യം കാണിക്കും, പിന്നെ രണ്ടാമതുള്ളതും കാണിക്കാം. അപ്പോൾ അതിനുണ്ട്, നിങ്ങളത് കണ്ടു നോക്കും. അപ്പം ഫസ്റ്റിലെ എടുത്തതും രണ്ടാമതെടുത്തതും നിങ്ങളിപ്പം കണ്ടു കാണും, നോക്കൂ. അപ്പോൾ അത് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് ഭയങ്കര പാടാണ് ഈ സംഭവം കുറയാനായിട്ട്. അതായത് ഇത് വന്ന് നമ്മളിങ്ങനെ താരൻ വന്നിട്ട് അതിൻ്റെ ഫ്ലേക്കുകളായി ഒരു ചെറിയ പൊടി പോലെ ഇളകി വരുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് അവിടെ വന്ന് വീണിട്ട് അതിൻ്റെ റിയാക്ഷൻ വരും. റിയാക്ഷൻ വന്ന് കഴിയുമ്പോഴത്തേക്കും പൊള്ളിക്കുരുക്കൾ പോലെ വരികയും ചെയ്യും. മുഖമൊക്കെ ഭയങ്കര ഡള്ളാവും. മുഖക്കുരു വരുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ താരൻ നമ്മുടെ ദേഹത്ത് ഉള്ളതാണെങ്കിലും പൊഴിഞ്ഞിളകി പിന്നെ വന്ന് വീഴുമ്പോൾ അതൊരു ഫോറിൻ ബോഡി ആയിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതോടുകൂടി അത് റിയാക്ഷൻ ഉണ്ടാക്കി കുരുക്കൾ പോലെ ഉണ്ടാക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം പിന്നെ ഈ വലിയ മോക്കുരു വരുന്നത് ഇത് മാത്രം കൊണ്ടല്ല, നമ്മുടെ ഹോർമോൺ ചേഞ്ചസിൻ്റെ വ്യത്യാസം കൊണ്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ എണ്ണമയമുള്ളത് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അലർജി, പിന്നെ മുട്ടയുടെ മഞ്ഞക്കരു, കപ്പലിലേക്കൊക്കെ അലർജി ഉള്ളവർക്ക് മോക്കുരു വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പുറമെ ഇത് ഭയങ്കര കോമൺ ആണ്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മോക്കുരു നന്നായിട്ട് കൂടും. അതിന് നമ്മുടെ ഈ സെബ ഉൽപ്പാദിപ്പിക്കുന്ന റേറ്റ് കൂടുന്നൊരു പ്രായത്തിൽ, അതായത് നമ്മുടെ അഡോളസൻസ് പീരീഡിൽ ഇത് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് സെബം കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് വെളിയിൽ ഇതിൻ്റെ എണ്ണമയം പോകാതെ കെട്ടും. ഹോള് ചെറുതാണ്, ഇത് പ്രൊഡക്ഷൻ വലുത് കൂടുതലാകുമ്പോഴത്തേക്ക് അത് കെട്ടിയിട്ട് അവിടെ അത് കെട്ടി നിൽക്കുന്നതോടെ ഇൻഫ്ലമേഷൻ വന്നിട്ട് അവിടെ കുരുക്കൾ പോലെ വരുന്നതാണ് ശരിക്കും മോക്കുരു എന്ന് പറയുന്നത്. ശരിക്കും അതുപോലെ വലിയ മോക്കുരു എല്ലാം പൊട്ടിച്ച് തന്നെ വേണം, എന്നാലേ കുറയുള്ളൂ. അപ്പോൾ ഈ താരൻ കുറഞ്ഞാൽ മാത്രമേ ഇത് കുറയുള്ളൂ. അപ്പം തലയിൽ ഇതുപോലെ നിങ്ങൾ സോപ്പും ഷാമ്പു എണ്ണകളൊന്നും തേക്കരുത്. ചീപ്പ് ഡെയിലി കഴുകാൻ മറക്കരുത്. ചീപ്പിൽ അഴുക്കിരുന്ന താരൻ മാർത്തയില്ല, അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ചീപ്പ് ഡെയിലി കഴുകണം. സോപ്പ്, ഷാമ്പു, എണ്ണയൊന്നും ഉപയോഗിക്കാനും പാടില്ല. അതുപോലെ നമ്മൾ മുട്ടയടിച്ചെന്നൊന്നും പറഞ്ഞ് താരൻ പോവുകയില്ല, പിന്നെയും വരും. അത് അങ്ങോട്ടും മുടി വരുമ്പോൾ അതേപോലെ. കാരണം സ്കിന്ന് ശരിയായ മാത്രമേ വരുള്ളൂ. സ്കിന്നിനകത്ത് എണ്ണമയം കെട്ടാതെയും നമ്മുടെ ദേഹത്തിൽ നിന്ന് വരുന്ന എണ്ണമയം കെട്ടാതെയും വേർപ്പ് കെട്ടാതെയും നിന്ന് അത് പുറത്തോട്ട് പൊട്ടി ഒലിച്ചു പോയാൽ മാത്രമേ നന്നായിട്ട് താരൻ കുറയുള്ളൂ. അപ്പോൾ അതിന് ഏക മാർഗ്ഗം ഈ സാധനം തന്നെയാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷാമ്പു ഒക്കെ ചെയ്യുമ്പോൾ പിന്നെയും തൽക്കാലത്തേക്കൊന്ന് കുറഞ്ഞിട്ട് പിന്നെയും സ്കിൻ ഡ്രൈ ആവും. അതുപോലെ അത് കെമിക്കൽസ് ആയതുകൊണ്ട് സ്കിന്നിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറയ്ക്കും, ഭയങ്കരമായിട്ട് ചീത്തയാക്കും, ഡാമേജ് ഉണ്ടാക്കും. ഇതിനാകുമ്പോൾ അങ്ങനെയൊന്നും യാതൊരു ഡാമേജ് ഇല്ല. നമ്മൾ കഴിക്കാൻ പറ്റുന്ന പോലത്തെ സാധനങ്ങളാണ് ഇത് ചേർത്തിരിക്കുന്നത്. അതിൽ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തില്ല. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനും നല്ലതാണ്. അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് അതിൻ്റെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിട്ടുള്ളൊരു സാധനം ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് നോക്കി നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് ബാക്കി കാര്യം പറയാം. അപ്പോൾ ഇങ്ങനെ ഇതാണ് മോഹക്കുരു എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും അല്ല കാര്യം. നമ്മൾ ഈ പറഞ്ഞ പോലെ അകത്ത് സെബം സെക്രീഷൻ കൂടുകയും പുറത്തുള്ള പോറുകൾ ചെറുതായി
അടഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ അത് പൊങ്ങി വരുന്ന സാധനമാണ് ഈ മൂക്കുരു എന്ന് പറയുന്നത്. അത് കല്ലിച്ച് അപ്പം നിർബന്ധമായിട്ടും പഴുത്ത മൂക്കുരു പൊട്ടിച്ച് തന്നെ കളയണം. അല്ലെങ്കിൽ പൊട്ടിക്കുമ്പോൾ നമ്മളിങ്ങനെ പിതുക്കുക, അതിൻ്റെ ആണി ഇങ്ങനെ ഇളകി വന്നില്ലെങ്കിൽ കുഴപ്പമാണ്. അപ്പോൾ പിന്നെ വേറൊരു സൈസ് പൊട്ടിക്കാൻ പറ്റാത്ത മൂക്കുരിന് കൈ വെച്ചിങ്ങനെ ബലത്തിലിങ്ങനെ പ്രസ് കഴിഞ്ഞാൽ അത് അകത്തോട്ട് പൊട്ടിയേക്ക് പോകും. അതും വലിയ അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ നമ്മളിത് അവിടെ നിൽക്കാൻ അനുവദിച്ചാൽ പിന്നെയും കൂടി മുഖമൊക്കെ ഒരുമാതിരിയാവും, ആ സ്കിൻ മുഴുവൻ ഡാമേജായി ഒരുമാതിരിയാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മൂക്കുരു പൊട്ടിച്ച് കളയുന്നത് തന്നെയാണ് നല്ലത്. പൊട്ടിച്ച പക്ഷേ ആണി നിർബന്ധമായിട്ട് പഴുപ്പ് വെളിയിൽ പോയി കളയാൻ വേണം. പെയിൻഫുൾ ആണെങ്കിലും പൊട്ടിക്കണം. അതുപോലെ ഈ നമ്മുടെ ഈ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ താരൻ വന്നിട്ടുള്ള മൂക്കുരു നന്നായിട്ട് വരും. അല്ലാത്ത മൂക്കുരിന് വേറെ മുഖത്തിടുന്നതിന് ഈ പറഞ്ഞ പോലെ നാരങ്ങ, അതിമധുരവും കറ്റാർ വാഴയും കൂടെ ഒരു മിക്സറുണ്ട്. അതിങ്ങനെ തൊട്ട് വെട്ടിക്കഴിഞ്ഞാൽ സ്കിന്നിന് ഒരു നൈസ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പോർ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് മൂക്കുരു കുറയുകയും ചെയ്യും. അത് സ്കാറ് കുറയ്ക്കാനൊക്കെ നല്ലതാണ്. മുഖത്തെ കളർ ഇമ്പ്രൂവ് ചെയ്യാനും പാടുകൾ കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അതും ഇങ്ങനെ. അപ്പം അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ ഇത് നിങ്ങൾ കമ്പയർ ചെയ്ത് സംഭവം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ ഏത് കണ്ടിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഫോൺ നമ്പേഴ്സ് വേണമെങ്കിൽ തരാം. ഇതല്ലാതെ അതിന് പുറമെ ഇപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേണോ കൊറിയറിൽ, ഇന്ത്യയിൽ എവിടെ വേണോ കൊറിയറിൽ കൊണ്ടുതരും. 8590000059 എന്നുള്ള നമ്പറിലോ 938787878793 അല്ലെങ്കിൽ 93878787 94 95 വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. വീഡിയോ കോൾ വന്നു കഴിഞ്ഞാൽ ഉപയോഗ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം. നല്ല റിവ്യൂ ആണ്. ഇതുവരെ റിയാക്ഷനോ അലർജിയോ കാര്യങ്ങളൊന്നും ആർക്കും വന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സാധനവും ചേർത്തില്ല. എല്ലാം ഈറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. വേറെ യാതൊരു സൈഡ് എഫക്ട്സും വരെയില്ല. അപ്പോൾ താരം പോകാനും ഈ ഡാൻഡ്രഫ് പോകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ കുറേ പേഷ്യൻസിൻ്റെ വീഡിയോസ് ഇനി കാണിക്കാം. അപ്പോൾ ആൾക്കാർക്ക് അതൊരു മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. റിയൽ ആയിട്ടുള്ള പേഷ്യൻസിനാണ്. ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അവിടെ ചോദിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അതല്ലെങ്കിൽ ഇത് കണ്ടു നോക്കും. ഇതുപോലെ വേറെ പേഷ്യൻസ് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. നല്ലതാണ്, പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഒന്ന് ഉപയോഗിച്ചു. പലരും ഞാനതൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എപ്പോഴും ഇതുപോലെ ഇത് പേഷ്യൻസിൻ്റെ സമ്മതത്തോടു കൂടി ഇടാറുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇഷ്ടംപോലെ നമ്മൾ നേരത്തെ ഒന്നും ഇങ്ങനെ ചെയ്തു വയ്ക്കില്ല. അതിപ്പോഴും റിംഗ്വൂമിൻ്റെയൊക്കെ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് റിലീഫ് കിട്ടിയവരെ പറ്റി ഡീറ്റെയിൽസ്, ഒറിജിനൽ പേഷ്യൻസിൻ്റെ അനുഭവങ്ങൾ തന്നെ നമുക്ക് ഇനി പറയാം. ഫോൺ വിളിച്ച് സംസാരിച്ചതൊക്കെ നമുക്ക് കാര്യങ്ങളും വീഡിയോ കോൾ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഇനി ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്കിനി കാണിക്കാം കേട്ടോ.